കോഴിക്കോട് പേരാമ്പ്രയിൽ SIR ക്യാമ്പ് നടത്തിപ്പിനിടെ BLO കുഴഞ്ഞു വീണു. അരിക്കുളം പഞ്ചായത്തിലെ 152-ാം ബൂത്തിലെ BLO അബ്ദുൾ അസീസാണ് കുഴഞ്ഞു വീണത്. BLOയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദൃശ്യ പുതിയടത്ത് ചേർന്നുള്ള വിശദാംശങ്ങൾ നൽകാനായി ഈ BLOമാരുടെ അമിത ജോലിഭാരം, പരാതി പ്രവാഹമൊക്കെ ഉണ്ടാകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം. ഇയാളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ജീന, അരിക്കുളം പഞ്ചായത്തിലെ അബ്ദുൾ അസീസ് എന്ന BLO ആണ് ഇപ്പോൾ കുഴഞ്ഞു വീണിപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇയാൾക്ക് മുൻപ് തന്നെ ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. ആൻജിയോഗ്രാം അടക്കം ചെയ്തയാളാണ്. ഇത് അധികൃതരെ ധരിപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് കൂടെയുള്ള BLOമാരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ആദ്യമായാണ് ഇയാൾ BLO ചുമതല ഏൽക്കുന്നത്. അധ്യാപകനാണ്. ഈ 1000-ത്തിലധികം വോട്ടർമാരുടെ പേരുകളാണ് ചേർക്കേണ്ടിയിരുന്നത്. അത് 22-നകം ഈ ഫോമുകളൊക്കെ പൂരിപ്പിച്ച് ഡിജിറ്റലൈസേഷൻ ചെയ്യണമെന്ന് മുകളിൽ നിന്ന് അധികൃതരുടെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതനുസരിച്ച് ക്യാമ്പ് നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഡ്യൂട്ടിക്കിടെ ഇയാൾ കുഴഞ്ഞു വീഴുന്നതും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നതും. ഇയാൾക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്ന് നേരത്തെ തന്നെ അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനൊന്നും അധികൃതർ ചെവി കൊടുത്തില്ല എന്നുള്ള പരാതികളടക്കം ഈ കൂടെയുള്ള BLOമാരിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൃത്യമായി ഈ കുറച്ച് ദിവസങ്ങളായി തന്നെ BLOമാരുടെ പ്രശ്നങ്ങൾ നിരന്തരമായി ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പേരാമ്പ്രയിൽ ഒരു BLO കൂടി ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞു വീഴുന്നത്. 1000-ത്തിലധികം വോട്ടർമാരാണ് ഈ പേരുകളാണ് ചേർക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസത്തിനകം തന്നെ ജോലികൾ പൂർത്തിയാക്കി നൽകേണ്ടത് ആവശ്യമാണ്. ഇയാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ അത് ഗൗരവത്തോടെ എടുത്തില്ല. അങ്ങനെ ഒരു ഉണ്ടായ അപകടം എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അവർ പരാതി നൽകുന്ന അത്തരത്തിൽ എന്തെങ്കിലും തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടോ? കൂടെ ഉണ്ടായിരുന്നവർ എന്താണ് പറയുന്നത്? ജീന, തീർച്ചയായും ഇയാൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മുൻപ് തന്നെ ആൻജിയോഗ്രാം അടക്കം ചികിത്സകൾ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. ഇയാൾ കളക്ടർക്കടക്കം അധികൃതരെ നേരിട്ട് കണ്ട് തന്നെ ഇയാളുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അറിയിച്ചിരുന്നു എന്നാണ് കൂടെയുള്ള ആൾ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി വീട്ടിലും പരാതികൾ പറഞ്ഞിരുന്നു. ഈ അധികൃതരെ നേരിട്ട് കണ്ട് ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ആദ്യമായി ചുമതലയേൽക്കുന്ന ആൾക്ക് ഉള്ളതിലും കൂടുതൽ, അതായത് 1000-ത്തിലധികം വോട്ടർമാരുടെ പേരുകളാണ് ഇയാൾക്ക് ചേർക്കാനുണ്ടായിരുന്നത്. ഇത് അയാൾക്ക് കൃത്യമായ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ കൂടെയുള്ള ആളുകളോട് പറയുകയും വീട്ടുകാരോട് ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി അധികൃതരെയും ഇത് കളക്ടറെ അടക്കം അറിയിച്ചിട്ടുണ്ട് എന്നാണ്, പരാതി അറിയിച്ചിട്ടുണ്ട്. ശരി, ഏതായാലും ആരോഗ്യ പ്രശ്നം